മോളെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്നാൽ എങ്ങനെയാ? പോയത് പോയി, കൂടെ പോകാൻ പറ്റുമോ? കരയല്ലേ മോളെ, ഇത്രേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കും. എല്ലാം സഹിക്കുകയും മറക്കുകയും ചെയ്യണം. അതിനുള്ള ശക്തി നിനക്കുണ്ടാവണം. അവരമ്മയും മകനും വെളുപ്പിനെ പോയി. സാരമില്ല, ഈശ്വരൻ ഒരു ആൺകുഞ്ഞിനെയാണല്ലോ തന്നത്. അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം. എവിടെ എന്റെ മോൻ? രമ താഴത്ത് വെച്ചിട്ടില്ല. രമേ, ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ആ പെണ്ണിന് കരച്ചില്. കുഞ്ഞെവിടെ മോളെ? ഇന്നലെ വന്ന ആ ആള് വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിലാ. ആരാ അച്ഛാ? നാരായണനായിരിക്കും. ഇന്നലെ മുതൽ അങ്ങോട്ടോടാനും ഇങ്ങോട്ടോടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവം. അമ്മയുണ്ട് കണ്ണ, എന്റെ പൊന്നിന് അമ്മയുണ്ട്. എന്താ ചെയ്ത്? മോൻ കരയണ കണ്ടില്ലേ? വേറും തോന്നരുത്. കുറച്ച് കാശ് എൻ്റെ ഒന്ന് കിട്ടും. കയ്യിലിരുന്ന പാഴായി പോകും. ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. വേണ്ടപ്പോ വാങ്ങിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല. അതുകൊണ്ടല്ല, ഇപ്പൊ കാശൊന്നും വേണ്ട. വിഷമൊന്നും തോന്നരുത്. വന്നതിനും സഹായിച്ചതിനും എന്നും നന്ദി ഉണ്ടാവും. പാവം, ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ. ആ നാരായണ, ഞാൻ വീട്ടിലേക്കൊന്ന് പോവാന്ന് വിചാരിക്കാം. ആ തള്ള ഉണ്ടാവില്ല ഇവിടെ? അവര് പോയി. എല്ലാരും കൂടെ പോയാ പിന്നെ ഇവിടെ ആരാ? നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്കാക്കിയിട്ട് പോണതിൽ വിഷമമില്ലാഞ്ഞിട്ടല്ല, വേറെ നിവൃത്തിയില്ല. വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം. നിങ്ങളുടെ മോളല്ലേ? തൽക്കാലം അത് പറ്റില്ല. മതം മാറി ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ 2 പെൺകുട്ടികളാണ് എനിക്ക്. അവരുടെ കാര്യം കൂടി ആലോചിക്കണ്ടേ? എന്നുവെച്ചാ ഇത് മോള് തന്നെയല്ലേ? തള്ളിക്കളയാൻ പറ്റുമോ? മോളെ, അച്ഛനെ വിഷമിപ്പിക്കാതെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം. അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ. അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛൻ പോവോ? അച്ഛൻ സമാധാനായിട്ട് പൊയ്ക്കോളൂ. ഒരിക്കലും എന്റെ അനീതിമാരെ വിഷമിപ്പിക്കാൻ ഞാൻ വരില്ല. അവിടെ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ച സർക്കിട്ടിലായിരിക്കും. വരിയെന്ന് മൂപ്പർ റെസ്റ്റ് എടുക്കുക. മനസ്സിലായോ ഭാസ്കരൻ നായർ? അങ്ങനെ മനസ്സിലാവുന്നെന്താ? ഞങ്ങളെ കസ്റ്റമേഴ്സിനെ മറക്കുന്ന ആളുകളല്ല. എന്നെ ഒന്നുകൂടെ സഹായിക്കണം. എനിക്ക് പറ്റില്ല, വേറെ ആളെ നോക്കാം. ഇത് വാടക കേസല്ല, അതിലും വലിയ പ്രശ്നമാണ്. അതായത് നാരായണ, മൂപ്പര മോള് ഏതൊരു പയ്യനായിട്ട് ലപ്പിലാണ്. അതൊന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. പേടിപ്പിച്ചാ പോരാ, 2 അടിയും കൊടുക്കണം. അടി 2 3 ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങൾ പറഞ്ഞ പൈസ തരേണ്ടി വരും. മൊയ്തനെ, ആ പണി ഞാൻ നിർത്തി. മേലാൽ ഇത്തരം കാര്യങ്ങളോട് എൻ്റെ അടുത്ത് വരരുത്. അങ്ങനെ പറയരുത്. ഇതുകൂടെ ചെയ്തിട്ട് നിർത്തിക്കോ. തന്നെ കൊന്നിട്ട് നിർത്താം, മതിയോ? കാശ് കാണിച്ച് മനുഷ്യനെ തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യിച്ച് മനസ്സമാധാനവും കളഞ്ഞു. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ തലയിലിട്ട് പുകച്ച് ഇറങ്ങി പോകണം. പോകാൻ നാരായണ, അതെന്തു പറ്റി? തേങ്ങ കൊല, ഇറങ്ങി പോകണം. വേണ്ട. ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? അതെ. ഞാനാ നത്ത്. ഞാനാണെന്ന് വിചാരിച്ചില്ലല്ലേ? തോന്നി. അല്ലാതെ എന്നെ അന്വേഷിച്ച് വരാൻ അധികം പേരില്ലല്ലോ. പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കും വിചാരിച്ചില്ല. ക്ഷമിക്കണം, ഒരിച്ചിരി കഴിച്ചിട്ടുണ്ട്. മറക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ, ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ. ജീവനുള്ളപ്പോ മറക്കല. ആ മോൻ ആരാന്നറിയോ? ഞാനാ, ഞാൻ തന്നെ. അവനെ നോക്കണം, പൊന്നുപോലെ നോക്കണം.
10-25 കൊല്ലം മുമ്പ് എൻ്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് കൊന്നതാ. പക്ഷെ എൻ്റെ അമ്മ എന്നെ നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ നത്തുനാരാന്നായി. പക്ഷെ അതുപോലെ ഇവനെ നടക്കരുത്. അച്ഛനെ പോലെ വലിയ ആളാക്കണം. എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, നാരായണുണ്ട്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ഒരു സഹായം വേണം. മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത്. ഞാനും എൻ്റെ മോനും എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അല്ല പെങ്ങളെ, അത് ഞാൻ എടാ അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ്. നീ 4 കാലം കയറി ചെന്നപ്പോ അവര് ചെരുപ്പൂരി അടിക്കായിരുന്നു ഭാഗ്യം. അതിനവരെ ഉപദ്രവിക്കാനാണോ ഞാൻ ചെന്നത്? എന്തെങ്കിലും സഹായം വേണേ ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാനിതിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തെറ്റാ? എനിക്കും വേണ്ടേ മനസ്സമാധാനം? എടാ നീ ഈ കൊച്ചു പിള്ളാരുടെ സ്വഭാവം കളയണം. നിനക്ക് ഈ ജെട്ടിയിലെ ജീവിതം അറിയാവൂ. മനസമാധാനത്തിന് കള്ളും ചാരായും അല്ല മാർഗം. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ പറ. ഞാൻ പറഞ്ഞാ നീ കേൾക്കൂ? അതോ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയൂ? പറടാ നാറി. എടാ വെളുക്കുമ്പോ മുതൽ ഓരോന്നിങ്ങനെ ആലോചിച്ച് പെരുപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക്. എന്നിട്ട് 2 ഔൺസൊക്കെ അടിച്ചാ ഒരു ഉറക്കം കിട്ടും. ആ കുടുംബം അല്ലല്ലാതെ കഴിയുമെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക. അല്ലാതെ സഹായം വേണോ എന്ന് ചോദിച്ച് കള്ളും കുടിച്ച് 4 കാലം കയറി ചെന്ന ആരടാ വില വെക്കുക? എനിക്കാരെങ്കിലും പണി തരുമോ? എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട്. രൂപയ്ക്ക് 4. എടാ പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതേ നിനക്ക് ഈ വല വലിക്കാൻ പറ്റൂ? ഉമ്മറത്താരെയും കാണാത്തോണ്ട് നോക്കിയതാ. കഴിഞ്ഞ ദിവസം ഓഫീസ് വന്നപ്പോ ഇത്തിരി വീലായിരുന്നു. സാരില്ല. മോനോ? ഉറക്ക. അച്ഛൻ പിന്നെ വന്നോ? ഇല്ല, കത്തുണ്ടായിരുന്നു. സാറിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും? ഇല്ല. വിഷമിക്കണ്ട, ആരും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ നാട്ടില്. എനിക്ക് വിഷമമൊന്നുമില്ല. ഇത്രേ വിധിച്ചിട്ടുള്ളൂ. നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയുള്ള അന്നും ധൈര്യം തന്നത് ബെന്നിയാണ്. എല്ലാം സഹിക്കാൻ ധൈര്യം തന്നുകൊണ്ട് ഇപ്പോഴുണ്ട് കൂടെ. കേറിയിരിക്കാം. ഇല്ല, പണിയുണ്ട്. എവിടെ? എന്റെ ഒരു കൂട്ടുകാരനൂടെ വല വലിക്കാൻ പോകുന്നുണ്ട്. എന്നാ ഇന്ന് കാലത്തെ കോളാ. എന്താ വില? അയ്യോ, വിലയൊന്നും വേണ്ട. അത് ശരിയാവില്ല, കാശ് വാങ്ങണം. വില തന്നാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരികയല്ല. ഈ വീടുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്തിനാ ഞങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കണേ? അതിന് മാത്രം എന്ത് ബന്ധാ നമ്മൾ തമ്മില്? എനിക്ക് 2 അനിയത്തിമാരാ, ഒരാങ്ങളയില്ല. പോട്ടെ, സമയം കിട്ടുമ്പോ വരാം. ഒരു കാര്യം ചോദിക്കട്ടെ? അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ. ബെന്നിയെ കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് പഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലാതെ എനിക്കങ്ങനെ സംശയം തോന്നിട്ടില്ല. എനിക്കുണ്ട്. കാരണം ബെന്നി മദ്യപിക്കാറില്ല. മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല. പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ചു വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല. അതിപ്പോ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട്. ഏതായാലും ഒരു അന്വേഷണത്തിന് ഞാൻ പെറ്റീഷൻ കൊടുക്കാൻ പോവാ. സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ.
അവരന്വേഷിച്ചോട്ടെ, എന്ത് തെളിവുണ്ടായിട്ടാ? നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പേടിയല്ലടാ, പോലീസ് പിടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണം ചെയ്തോട്ടെ. ഇത്ര നാളും കള്ളക്കളി കളിക്കായിരുന്നു എന്ന് ആ പെൺകുട്ടി അറിഞ്ഞ ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. നീ ഈ വെപ്രാളം കാണിച്ച് അറിയിക്കായിരുന്നാ മതി. എന്തറിയിക്കണ കാര്യമായി പറയണേ? അല്ല, ഈ ബോട്ടിലും ജെട്ടിയിലും കടത്തിണ്ണയിലും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം വീട്ടിന്റെ തിണ്ണെ കിടന്നപ്പോ ഉറക്കം വരുന്നില്ല എന്ന്. ഈ പറയുന്ന ആൾ അത്ര കളിയാക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഹോട്ടൽ മുറി കിടന്നിട്ട് ശ്വാസം മുട്ടുന്നെന്നും പറഞ്ഞ് എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പീഡിയത്തിനെ പോയി കിടന്ന ആളാ. അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലടാ. എടുത്ത് ഉറങ്ങിക്കോ, നാളെ പണിയുള്ളതാ.